ഹലോ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു പുസ്തകത്തിനെ പറ്റിയിട്ടാണ്. വായിക്കാൻ ഒരുപാട് ലേറ്റായി പോയെന്ന് എനിക്ക് തോന്നിയൊരു പുസ്തകമാണ് ജോസഫ് അന്നംകുട്ടി ജോസിൻ്റെ ദൈവത്തിൻ്റെ ചാരന്മാർ. ഈ പുസ്തകം ഇപ്പോൾ തന്നെ എൻ്റെ കയ്യിലുള്ളത് 33ാമത്തെ പതിപ്പാണ്. 1,00,000-ലധികം കോപ്പികൾ വിറ്റെന്ന് ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന മിക്കവരും ഈ പുസ്തകം വായിച്ചിട്ടുണ്ടാവും. പക്ഷെ വായിക്കാൻ ഇതുവരെ പറ്റാത്തവർ ഒരിക്കലും ആ ചാൻസ് മിസ് ചെയ്യരുത്. അങ്ങനെ ഇത് വായിക്കാൻ ലേറ്റായതിന് ജോപ്പനോട് ആദ്യം ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഇത് ജോപ്പൻ കാണാനൊന്നും പോകുന്നില്ല എന്നാൽ. അപ്പോൾ ഇതിൻ്റെ വാതിൽ എന്ന ആമുഖത്തിൽ ജോപ്പൻ പറഞ്ഞിട്ടുണ്ട് ഇത് ജോസഫിന് മാത്രം തോന്നിയ ശരികളാണെന്നും അതുപോലെ തന്നെ ജോസഫിനെ അതിശയിപ്പിച്ച ചില മനുഷ്യരുടെ ചിത്രങ്ങളാണെന്നും. പക്ഷെ ഇത് വായിച്ചു തീരുന്ന സമയത്ത് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ അത് ഞാനല്ലേ, അല്ലെ ഇത് എനിക്കുണ്ടായ അനുഭവമാണല്ലോ, അങ്ങനെയൊക്കെയാണ്. കാരണം അത്രയും കണക്റ്റഡ് ആണ് ഇതിലെ ഓരോ സ്റ്റോറീസും നമ്മുടെ റിയൽ ലൈഫായിട്ട്. ഓരോ കഥാപാത്രങ്ങളും നോക്കുമ്പോൾ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ജോസഫ് അവരെ ചുറ്റിലുള്ള മനുഷ്യരെ നിരീക്ഷിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ ഓരോ കഥകളും എടുത്തു പറയേണ്ടതാണ്. എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ചില കഥകളുണ്ട്. അതായത് കുംഭസാരം, ഗുരു, കാവൽക്കാരൻ, ഫെമിനിച്ചി, സ്നേഹിക്കപ്പെടാതെ പോകുന്ന സ്നേഹം, മായാനദി, അങ്ങനെ കുറച്ച് കഥകൾ. ഇതിലെ ചില ക്യാരക്ടേഴ്സും നമ്മുടെ മനസ്സിൽ തന്നെ ഇങ്ങനെ നിൽക്കും. ഇതിലെനിക്ക് ഏറ്റവും കൂടുതൽ കാണാൻ തോന്നിയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ കാവൽക്കാരൻ എന്ന് പറയുന്ന കഥയിലെ സുനിലേട്ടനെയാണ്. എന്താണെന്നറിയില്ല, ആ മനുഷ്യൻ്റെ അടുത്ത് ഒരു പേഴ്സണൽ ഒരു കണക്ഷൻ, എന്തോ ഒരു ഫീല് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷം ഞാനൊരു ദിവസം ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്പോട്ടിഫൈയിലും ഈ കഥ ഞാനിങ്ങനെ കേൾക്കാനിടയുണ്ടായി. അപ്പോഴും എനിക്കെന്തോ കണ്ണ് നിറയുന്നുണ്ടായി, എനിക്കിടയ്ക്ക് ഇങ്ങനെ രോമാഞ്ചമൊക്കെ വരുന്നുണ്ടായി. അപ്പോൾ ഞാനിങ്ങനെ ഓർത്തു പോയി, എങ്ങനെയും ഇപ്പോഴും മിർച്ചിയിൽ തന്നെ സുനിലേട്ടൻ ഉണ്ടെങ്കിൽ പറ്റുവാണെങ്കിൽ കൊച്ചിയിലുള്ളപ്പോൾ ഒന്ന് പോയി കാണണം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താണെന്നറിയില്ല, ചില മനുഷ്യർ ചില കഥകളിലൂടെയൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നു അറിയില്ലേ, അതുപോലെയാണ്. ഈ കഥ വായിക്കുന്ന സമയത്തൊക്കെ ചില തമാശകളിലൊക്കെ ഞാൻ ഉറക്കെ ചിരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ആളുകൾ ചോദിക്കും, പുസ്തകം വായിച്ചിങ്ങനെ ചിരിക്കാൻ പറ്റുമോ? പക്ഷേ നമ്മൾ അതിനകത്ത് അത്ര ഇൻവോൾവ് ആയിരിക്കുമ്പം സിനിമ കാണുന്ന പോലെ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനിയും ഈ പുസ്തകം വായിക്കാൻ ഇതുവരെ ചാൻസ് കിട്ടാത്തവർ ഒന്ന് ഇത് വായിച്ചു നോക്കൂ. നിങ്ങളുടെ റിയൽ ലൈഫുമായിട്ട് ഒരുപാട് കണക്ഷൻസ് ഉള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ആരും ആ ചാൻസ് മിസ് ചെയ്യരുത്. എന്തായാലും ഈ പുസ്തകം നിങ്ങളുടെ പേഴ്സണൽ ലൈബ്രറി ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ വെക്കണം എന്ന് ഞാൻ പറയുകയാണ്. കാരണം അത്രയും നല്ല ഒരു പുസ്തകമാണ്. എല്ലാവരും വായിക്കണം കേട്ടോ. ഓക്കെ, ബൈ.